മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ ഇന്ന് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. എനിക്ക് ആദ്യം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ നമുക്ക്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 200 ml ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. ഇതിൻ്റെ പ്രത്യേകിച്ച് അളവിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ചേർത്താൽ നമുക്ക് അത്രയും ടേസ്റ്റ് ആ ഒരു സ്നാക്കിന് കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ മധുരത്തിന് ഉപയോഗിച്ചേക്കുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ഒരു സ്നാക്കിന് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയാണെങ്കിലും ഉപയോഗിച്ച് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏലക്ക ചേർത്തില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്തേക്കണെയാണ്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ വേണ്ടത്. ചൂടുവെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അരിപ്പൊടി പോലെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഞാൻ ആ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് എന്തോരം ഒഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മാവൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കണം. നമ്മൾ ഇടിയപ്പത്തിനെയൊക്കെ കുഴച്ചെടുക്കണ മാതിരി തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിലും കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വേണം കേട്ടോ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ചും കൂടെ വെള്ളം കൂടുതലായിട്ട് ചേർക്കണം. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ പറയുക ഒട്ടിപ്പിടിക്കുകയാണല്ലോ എന്ന്. പക്ഷേ ആ ഒരു പരുവത്തിന് എടുത്താലാണ് നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ കുറച്ച് ഹാർഡായി പോകും കേട്ടോ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതേ ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അവസാനമാകുമ്പോൾ നമ്മൾ സ്പൂണിൽ ചേർത്ത് കൊടുത്തേച്ചാൽ മതി. കാരണം ഇത് കൂടുതലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ നന്നായിട്ട് നമ്മുടെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ചെറിയതായിട്ടുള്ള ഉരുളകളാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വീർത്ത് വരും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് ഓവർ വലിപ്പത്തിൽ അവർക്ക് വലിയ ഇഷ്ടമാവില്ല. ചെറിയ ബോൾസൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും അവർക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ തടവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല, അല്ലെങ്കിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കാരണം നമ്മൾ വെള്ളം കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടാണല്ലോ കുഴച്ചേക്കുന്നത്. ചപ്പാത്തിയുടെ ഒരു പരുവല്ല. അല്ലെങ്കിൽ കുറച്ച് വെള്ളം തടവിയിട്ടാണെങ്കിലും നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 11 ബോൾസ്, ചെറിയ ബോൾസ് നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം മുങ്ങിക്കിടക്കാൻ പാകത്തിനല്ല, അതിൻ്റെ താഴെയായിട്ടാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ പാം ഓയിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് നമ്മുടെ ഒരു സ്നാക്കിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്കിൻ്റെ അടുത്തുനിന്ന് മാറി പോകണ്ട, കാരണം പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ. ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ മാവ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കണതാണ് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ നമ്മളവിടെ അടുത്ത് നിന്നിട്ട് തന്നെ മറിച്ചിട്ട് കൊടുത്ത് 2 വശവും നല്ല ഗോൾഡൻ കളറാവുന്ന വരെ, നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒരുപാട് ലോ ഫ്ലെയിമിലോട്ട് ആക്കണം എന്നില്ല കേട്ടോ. കാരണം ഓയിൽ ഒരുപാട് കുടിക്കാൻ സാധ്യതയുണ്ട്. ഓയിൽ കുടിക്കാതിരിക്കാനായിട്ട് നമ്മളൊന്നുകിൽ മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുക, എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല, ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ദേ ഞാനിവിടെ ഈ ഒരു കളറാണ് പറഞ്ഞത്. ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ടൊരു ബ്ലാക്ക് കളറിലേക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ കാണാൻ ഒരു ഭംഗിയില്ലാതാവും. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഞൊടിയിടയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയത് തന്നെയാണ്. അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. ശർക്കര ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ പഞ്ചസാര ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ചൂടായിട്ട് എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ഇതേ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ തണുത്ത് കഴിയുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സ്നാക്സ് ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു മറ്റൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.